ഞാൻ ഡോക്ടർ കെ അബ്ദുൽ ജബ്ബാർ, സീനിയർ ഫിസിഷ്യൻ, വിജയ ജൂബിലി ഹോസ്പിറ്റൽ, കൊട്ടാരക്കര. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേൾക്കുന്ന ഒരു കാര്യം, ഈ ജ്വരം വന്നിട്ട്, ജ്വരം മീൻസ് ഒരു മെനിഞ്ചൈറ്റിസ് ഓർ എൻകഫലൈറ്റിസ് ആണ്. അത് അമീബിയാസ് കൊണ്ടും വരാം, അതുപോലെ തന്നെ ബാക്ടീരിയൽ, വൈറൽ, അങ്ങനെയുള്ള 2-3 കാരണം കൊണ്ട് സംഭവിക്കാം. മസ്തിഷ്ക ജ്വരം വന്ന് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് 2-3 കുട്ടികൾ മരിച്ചതായിട്ടാണ് അറിയുന്നത്. സാധാരണ രീതിയിൽ ഈ മസ്തിഷ്ക ജ്വരം വരുന്നത് വൈറസ് ആവാം, ബാക്ടീരിയ ആവാം, അമീബിയാസ് ആവാം. പക്ഷേ നമ്മൾ കുളത്തിൽ ഇറങ്ങി കുളിച്ച കുട്ടികൾക്കാണ് ഇത് വന്നെന്നാണ് അറിഞ്ഞത്. അത് സാധാരണ അമീബിക്കാണ്, അല്ലെങ്കിൽ സാധാരണ വൈറസ് കൊണ്ടും ബാക്ടീരിയ കൊണ്ടും സംഭവിക്കാം. ഏത് കാരണമാണെങ്കിലും അത് വളരെയധികം സീരിയസ് ആയ കണ്ടീഷനാണ് ഈ മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത്. അത് തലച്ചോറിൽ കവർ ചെയ്യുന്ന മെനിഞ്ചസ് എന്ന് പറയുന്നതിനെയും ബാധിക്കാം. മെനിഞ്ചസിനെ ബാധിച്ചു കഴിഞ്ഞാൽ അത് മെനിഞ്ചൈറ്റിസ് എന്നും, ബ്രെയിൻ ടിഷ്യൂവിനെ ബാധിച്ചാൽ അത് എൻകഫലൈറ്റിസ് എന്നാണ് പറയുന്നത്. എൻകഫലൈറ്റിസ് വന്നു കഴിഞ്ഞാൽ അത് വളരെ വളരെ ഡേഞ്ചറസ് ആണ്. മെനിഞ്ചൈറ്റിസ് ആണെങ്കിൽ അത് നമുക്ക് ചികിത്സിച്ച് ഭേദപ്പെടുത്താം, പക്ഷെ അത് നേരത്തെ തന്നെ മനസ്സിലാക്കണം. സാധാരണ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് സിവിയർ ഹെഡേക്കാണ്, ഭയങ്കരമായ തലവേദനയാണ്. അതിൻ്റെ കൂടെ തന്നെ വൊമിറ്റിങ്ങും വരും. പിന്നെ കഴുത്തിൽ കുനിഞ്ഞു നോക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ സാധാരണ പേഷ്യൻസിന് മനസ്സിലാകുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി വരും, അതിൻ്റോടുകൂടി തന്നെ ചിലപ്പോൾ ഷിവറിങ് ഉണ്ടാവും, സിവിയർ ഹെഡേക്ക് ഉണ്ടാവും, വൊമിറ്റിംഗ് ഉണ്ടാവും, തലകറക്കം ഉണ്ടാകും. ഇതെല്ലാം സിംറ്റംസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് അടുത്തുള്ളൊരു ഹോസ്പിറ്റൽ ഡോക്ടറെ കാണുന്നതാണ് നല്ലത്. ഡോക്ടർക്ക് ഇതുപോലെയുള്ള സിംറ്റം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇത് യഥാർത്ഥത്തിൽ ബ്രെയിനിനെ ബാധിച്ച ഒരു കാരണമാണെന്ന്. സാധാരണ വൈറൽ ഫീവർ ആണെങ്കിൽ ബോഡിയുടെ അതർ പാർട്ടുകളിൽ ആയിരിക്കാം. ഇപ്പോൾ ലങ്സിനെ ബാധിക്കുകയാണെങ്കിൽ അത് ചുമയോ ശ്വാസം മുട്ടോ അതുപോലെയുള്ള കാര്യങ്ങളായിരിക്കും. ബ്രെയിനിനെ ബാധിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിംറ്റംസ് എല്ലാം കാണുന്നത്. അപ്പോൾ ഡോക്ടറെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് ഒരു ഏകദേശ രൂപം കിട്ടും. പക്ഷേ ഏർലി ട്രീറ്റ്മെൻറ്റ് ആണ് ഏറ്റവും ബെറ്റർ. വീണ്ടും താമസിക്കും തോറും അതിൻ്റെ സിംറ്റംസ് വരുന്നത് കൺവൾഷൻ, ജന്നി അടിക്കും. ഈ കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ജന്നി സംഭവിക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യണം. സാധാരണ ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കാറാണ് പതിവ്. അതിനെ മനസ്സിലാക്കുന്നത് ക്ലിനിക്കലി നമുക്ക് ഒരു ഏകദേശ രൂപം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഉടൻ തന്നെ ഒരു ബ്ലഡ് ഇൻവെസ്റ്റിഗേഷന് വിടും. അത് കഴിഞ്ഞിട്ട് CT സ്കാൻ എടുത്ത് നോക്കും. ഡെഫിനിറ്റ് ഡയഗ്നോസ് എന്ന് പറഞ്ഞാൽ CT സ്കാന് അല്ലെങ്കിൽ ബ്ലഡിൻ്റെ കൗണ്ടെല്ലാം വളരെ കൂടുതലായിരിക്കും. ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എൻകഫലൈറ്റിസിന് വലിയ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അത്രയൊന്നും ഇല്ല. അത് സപ്പോർട്ടീവ് മാനേജ്മെൻറ്റാണ് സാധാരണ കൊടുക്കുന്നത്. ബാക്ടീരിയൽ ആണെന്നുണ്ടെങ്കിൽ അത് ആൻറ്റിബയോട്ടിക്സ് നമുക്ക് കൊടുത്ത് ഭേദപ്പെടുത്താവുന്നതേ ഉള്ളൂ. പക്ഷേ എന്നിരുന്നാലും വളരെ വളരെ ഡേഞ്ചറസ് ആയ കണ്ടീഷനാണ്. അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് കുളത്തിലെന്ന് പറഞ്ഞ് കുളിക്കാതെ ഇരിക്കുക. പിന്നെ കൂടുതലും ഈ പനിയോ അതുപോലെയുള്ള ആളുകളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാതിരിക്കുക. ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറിയ വളരെ ഷോർട്ട് ഇൻക്യുബേഷൻ പീരീഡേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഈ സിംറ്റംസ് വന്നു തുടങ്ങിയാൽ ഇമ്മീഡിയറ്റ് തന്നെ അത് സീരിയസ് കണ്ടീഷനിലോട്ട് മാറും. കാര്യം ബ്രെയിനിലാണല്ലോ അഫക്റ്റ് ചെയ്യുന്നത്. എൻകഫലൈറ്റിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ബ്രെയിൻ ടിഷ്യൂവിനെ അഫക്റ്റ് ചെയ്യുമ്പോഴാണ്. അത് വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ സപ്പോർട്ടീവ് മാനേജ്മെൻറ്റ് കൊടുത്തില്ലെങ്കിൽ മരണം സുനിശ്ചിതമാണ്. പിന്നെ മെനിഞ്ചസിനൊക്കെ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്ത് ട്രീറ്റ് ചെയ്ത് 1-2 ദിവസം കഴിഞ്ഞാലും വളരെ പ്രയാസമില്ലാതെ പോകും. പക്ഷേ എൻകഫലൈറ്റിസ് ആണെങ്കിൽ വെരി 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 ഡേഞ്ചറസ് ആണ്.